ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർ റിട്ടേൺ ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അവിടെ പ്രോഫിറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ശരിക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 പെർസെൻറ്റേജസിലാണ് ഓൾവേസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോ മേക്ക് ചെയ്യുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ പ്രോഫിറ്റബിലിറ്റി ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഷെയർ ഹോൾഡേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർക്ക് എത്രത്തോളം റിട്ടേൺ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന റേഷ്യോയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഷ്യോ ഇസ് ഓൾസോ കോൾഡ് മദേഴ്സ് ഓഫ് ഓൾ റേഷ്യോസ്. മദേഴ്സ് ഓഫ് ഓൾ റേഷ്യോസ് എന്ന് പറയുന്ന റേഷ്യോ ഏതാണ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓണേഴ്സ് ക്യാപിറ്റലിൽ അവർക്ക് എത്രത്തോളമാണ് അവരുടെ ഏണിങ്സ്, അവരുടെ റിട്ടേൺ ആണ് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ദിസ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ദ റിട്ടേൺ ദാറ്റ് ഈസ് ഏൺഡ് ഓൺ ദ ഓണേഴ്സ് ക്യാപിറ്റൽ. ഓണേഴ്സ് ക്യാപിറ്റൽ മീൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട്, അവരുടെ ഫണ്ടിൻ്റെ മുകളിൽ എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാനേജറുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷനാണ്. ആരുടെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫണ്ടിൻ്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺ ആണ് ഇവിടെ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ എത്രത്തോളമാണ് റിട്ടേൺ കിട്ടുന്നത്, അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഇൻട്രസ്റ്റും ടാക്സും, അതായത് ബോറോഡ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഉള്ള ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ടാക്സും കഴിച്ചിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ ശരിക്കും ഈ ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലാണ് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും നമ്മൾ പെർസെൻറ്റേജസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റു 100 അതുകൂടി നമ്മുടെ ഇക്വേഷനിൽ വരും. ഓക്കെ, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് ഇൻകം ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് ഇൻകം ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ നേരത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരുന്നു. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് അവിടെ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റിനെയാണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുന്നില്ല കേട്ടോ, അവിടെ ഇൻട്രസ്റ്റും ടാക്സും മാത്രമാണ്. ഓക്കെ, അവിടെ അപ്പം ബാക്കി ഉണ്ടാകുന്ന ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് ആയിട്ടാണ്. ഓക്കെ, ദെൻ ദ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഓൾസോ ഷുഡ് ബി അഡ്ജസ്റ്റഡ്. അവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഫൈനൽ ഇൻകം ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ആ ഇൻകം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഷെയർ ഹോൾഡേഴ്സ് ബോത്ത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഫൈനൽ ഇൻകമാണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോമ്പോണൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റും ടാക്സും കഴിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്, പക്ഷേ എന്താണ് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് ചെയ്തിട്ടില്ല കേട്ടോ. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കോമ്പോണൻ്റ് ആയിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ബിലോങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള സർപ്ലസ് റിസർവ്സ് അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ക്യാപിറ്റലും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതായത് ഓണേഴ്സ് ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റലായിട്ടുള്ള ലോങ് ടേം ലാബിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഡിബഞ്ചറും ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ക്യാപിറ്റലും പ്രിഫറൻസ് ക്യാപിറ്റലും അതേപോലെ തന്നെ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് റീറ്റെയിൻഡ് ഏണിങ്സും ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റും തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതെന്ത് ചെയ്യുക? ഈ നെറ്റ് വർത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്ന 2 മേജർ കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് നെറ്റ് പ്രോഫിറ്റ്, നെക്സ്റ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ? നിങ്ങൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് തൊട്ട് മുന്നുണ്ടായിരുന്ന എക്സാമ്പിൾ തന്നെയാണ്. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000, ഡിബഞ്ചേഴ്സ് 1,50,000, റിസർവ്സ് 24,000. ടോട്ടൽ നെറ്റ് ഫിക്സഡ് അസറ്റ് 2,50,000. കറൻറ്റ് അസറ്റ്സ് 1,50,000, കറൻറ്റ് ലാബിലിറ്റി 75,000, ഗ്രോസ് പ്രോഫിറ്റ് 1,06,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് 12,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 14,000 ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 26,000. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മളോട് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പോണൻറ്റ്സ് വെച്ചിട്ട് ഐറ്റംസ് ഏതൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. നമുക്ക് ഈ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രസ്റ്റും പ്രൊവിഷനും അതായത് ടാക്സും ഒക്കെ കഴിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് 26,000 എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഇത് രണ്ടും ഡിഡക്റ്റ് ചെയ്ത ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മളിത് രണ്ടും തിരിച്ചെന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ 26,000 എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സും പ്രൊവിഷൻ ഫോർ ടാക്സേഷനും കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് എന്ത്? 26,000 എന്ന് പറയുന്നത്. ദെൻ അടുത്ത കോമ്പോണൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ നെറ്റ് ഫിക്സഡ് അസറ്റിൻ്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000, ദെൻ ഡിബഞ്ചർ നമുക്ക് എന്തിൽ വരില്ല? നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരില്ല. പിന്നെ വരുന്നൊരു ഐറ്റം റിസർവ്സ്. അപ്പോൾ 75,000, 50,000, ദെൻ 24,000. പിന്നെ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റീറ്റേൺഡ് ഏർണിങ്സ് അല്ലേ, പ്രോഫിറ്റ് അല്ലേ, അത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതല്ലേ. അപ്പോൾ ഇത്രയും ഐറ്റംസ്, അതായത് 75,000, 50,000, 24,000 ആൻഡ് 26,000 ആണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിട്ടേൺ ഓൺ shareholders fund is equal to net profit after interest and tax divided by shareholders fund into 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സും ഇൻട്രസ്റ്റും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷമുള്ള, അതായത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് 26,000 എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, അതുപോലെ തന്നെ പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ്, നെറ്റ് പ്രോഫിറ്റും ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ്. ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1,75,000. സോ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു 26,000 ഡിവൈഡഡ് ബൈ 1,75,000 into 100.
ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര വരും? 15% ആണ് ആൻസർ വരുന്നത്. അപ്പം ഇതിൻ്റെ മീനിങ് പറയുന്നത് ഇൻ കേസ് ഇപ്പം 100 റുപ്പീസാണ് പ്രോഫിറ്റ് എങ്കിൽ അതിൽ എത്രയാണ് 15 എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണ്. 100 പ്രോഫിറ്റ് എങ്കിൽ അതിലെന്താണ് 15 എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺ ആണ്. ദിസ് മീൻസ് ദാറ്റ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് 15 പൈസ പെർ റുപ്പി. അല്ലെങ്കിൽ ഇത് 100, ഇനി 1 രൂപയാണെങ്കിൽ ആ 1 രൂപയിൽ 15 പൈസ എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണ്. 100 രൂപയാണെങ്കിൽ 15 രൂപ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൗ എഫക്റ്റീവ്ലി ദ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി. ഇവിടെ റിട്ടേൺ എത്രയാണോ അതിൽ മെൻഷൻ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം ആ ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ പറയാനുള്ളത്. ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ മുകളിൽ, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ, അവരുടെ നെറ്റ്വർത്തിൻ്റെ മുകളിൽ എത്രത്തോളമാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു റേഷ്യോ കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നുള്ളൂ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അത് നമുക്കടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.